നമസ്കാരം. നമുക്കിന്ന് ഡിറ്റർമിനൻറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് രണ്ട് ആപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഡിറ്റർമിനൻ്റ് യൂസ് ചെയ്ത് നമുക്കൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കാണാമെന്ന് നോക്കാം. ഹിയർ ABC is a triangle whose vertices are x1, y1, x2, y2 and x3, y3. ഇപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസ് ആണ് A x1, y1, B x2, y2, C x3, y3. കോർഡിനേറ്റ് ജിയോമെട്രിയിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഫോമുല, അത് തന്നെ കിട്ടും. നമുക്ക് ഡിറ്റർമിനൻ്റ് യൂസ് ചെയ്ത് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഫോമുല ബൈ ഹാർട്ട് ആക്കാതെ തന്നെ നമുക്ക് ആ ഡിറ്റർമിനൻ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. ദിസ് ഏരിയ ഈസ് ഇക്വൽ ടു, ദറ്റ് ഈസ് ഡെൽറ്റ ഈസ് ഇക്വൽ ടു 1/2 ഇൻറ്റു determinant x1, y1, 1, x2, y2, 1, x3, y3, 1. That is the area of this triangle. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ x1, y1, 1. ഈ ലാസ്റ്റ് കോളം കംപ്ലീറ്റ് 1. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ടാലും നമുക്കറിയാം ഡിറ്റർമിനൻ്റ് സെയിം ആണ്. ഡിറ്റർമിനൻ്റ് x1, x2, x3, y1, y2, y3, 1, 1, 1 എന്നെഴുതിയാലും ഇതിൻ്റെ ഏരിയ തന്നെയാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ whose vertices are A1, 2, B -1, 1 and C 0, 1. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം. That is delta is equal to 1/2 into 1, 2, 1, x1, y1, 1. First coordinates, first point in the first vertex in the coordinate, last element. Second one, -1, 1, 0, 1, 1. That is equal to 1/2 into, expand ചെയ്യുന്നു, 1 into 1 minus 1, 1 into 0, minus 2 into minus 1 into 1, minus 1 into 0, 2 into minus 1 into 1, minus 1, 2 into 1, 2 into 1, minus 1 into minus 1, minus 1, again plus 1 into minus 1 into 1, minus 1, minus 1, minus 0. That is 1/2 into 0 plus 2 minus 1. That is 1/2 into 1. That is 1/2 square units. ഇതായിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇതേപോലെ നമുക്ക് ഏത് ട്രയാങ്കിൾ തന്നാലും അതിൻ്റെ വെർട്ടിസസ് അറിയാമെങ്കിൽ ഏരിയ ഡിറ്റർമിനൻ്റ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി ഈ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ മോഡുലസ് എടുത്താൽ ദാറ്റ് ഇസ് ദ ഏരിയ. ഓക്കെ. മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ്. ഡിറ്റർമിനൻറ്റിൻ്റെ ഒരു എലിമെൻറ്റിൻ്റെ മൈനർ, that is minor of the element Aij of any determinant is the determinant of the elements formed by deleting the row and column containing the element Aij. That means
A11, A12, A13, A21, A22, A23, A31, A32, A33. Then minor of this A12, this element, A12 in the minor, that is the determinant of the elements. Determinant of the elements. ഏത് എലിമെൻസിൻ്റെ ആണെന്ന് നോക്കാം. എലിമെൻറ്റ്സ് ഒബ്റ്റെയിൻഡ് ബൈ ഡിലീറ്റിംഗ് ദ റോ ആൻഡ് കോളം കണ്ടെയ്നിങ് ദിസ് എലിമെൻറ്റ്. ആ എലിമെൻ്റ് ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റി കിട്ടുന്ന എലിമെൻസിൻ്റെ ഡിറ്റർമിനൻറ്റ്, ദറ്റ് ഈസ് മൈനർ. നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏത് രീതിയിലാണോ എടുക്കുന്നത് അതേപോലെ. ദറ്റ് ഈസ് മൈനർ ഓഫ് A12 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് വൺ ടു ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റുന്നു. ബാക്കി എലിമെൻറ്റ്സ് A21, A22, A23, A23, A31, A3. ഈ ഡിറ്റർമിനൻ്റ് ആയിരിക്കും, ഇതിൻ്റെ വാല്യൂ ആയിരിക്കും മൈനർ ഓഫ് A12. ഇങ്ങനെയാണെങ്കിൽ A11ൻ്റെ മൈനർ A11 ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റിയത്. ബാക്കി ഡിറ്റർമിനൻറ്റ് A22, A23, A32, A33. Again determinant of A21, minor of A21, minor of നേരത്തെ പറഞ്ഞ A11ൻ്റെ മൈനർ A11 ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റി ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ്. അതേപോലെ മൈനർ ഓഫ് A21, ദറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് A21 ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റുന്നു. ബാക്കി A12, A13, A32, A33. ഇതായിരിക്കും A21ൻ്റെ മൈനർ. അതേപോലെ ഈ 9 എലിമെൻസിനും മൈനേഴ്സ് കണ്ടുപിടിക്കാം. ഏത് ഓർഡറുള്ള മെട്രിക്സിനും ഓരോ എലിമെൻസിനും മൈനേഴ്സ് ഉണ്ട്. ഈ 9 എലിമെൻസിൻ്റെയും മൈനേഴ്സ് നമുക്ക് കാണാൻ കഴിയും. അതുൾപ്പെടുന്ന ആ എലിമെൻ്റ് ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റുക, ബാക്കിയുള്ള എലിമെൻസിൻ്റെ ഡിറ്റർമിനൻറ്റ്, ദറ്റ് ഈസ് മൈനർ. ഈ മൈനർ ഓഫ് A12നെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, M12. മൈനർ ഓഫ്, അതായത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലിമെൻറ്റിൻ്റെ മൈനർ. ഹിയർ മൈനർ ഓഫ് Aij ആണെങ്കിൽ ദറ്റ് ഈസ് ക്യാപിറ്റൽ MIJ. ഇതായിരിക്കും മൈനർ ഓഫ് Aij. ഓക്കെ, അപ്പം മൈനേഴ്സ് കാണാൻ, ആ ഒരു എലിമെൻറ്റിൻ്റെ മൈനർ കാണാൻ, ആ എലിമെൻ്റ് ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റുക, ബാക്കിയുള്ള എലിമെൻസിൻ്റെ ഡിറ്റർമിനൻറ്റ്, ദറ്റ് ഈസ് മൈനർ ഓഫ് Aij. ഒരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദ ഡിറ്റർമിനൻറ്റ് 1, 2, -1, 2, 0, 1, 3, -4, 1. മൈനർ ഓഫ് ദിസ് -1, അല്ലെങ്കിൽ മൈനർ ഓഫ് 1 എടുക്കാം. ആദ്യം തന്നെ മൈനർ ഓഫ് ഫസ്റ്റ് എലിമെൻറ്റ്. മൈനർ ഓഫ് 1നെ നമുക്ക് ഇങ്ങനെ എഴുതാം, M11. M11 എന്ന് എഴുതേണ്ട കാരണം ഇത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലിമെൻ്റാണ്. അതായത് ഇതിൻ്റെ പൊസിഷൻ A11 ആണ്. അതുകൊണ്ട് മൈനറിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം, M11 എന്ന് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു ആ 1 ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റുന്നു, ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ്, ദറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് 0, 1, -4, 1. ദറ്റ് ഈസ് ഈക്വൽ ടു 0 × 1, 0, -1 × -4, ദറ്റ് ഈസ് ഈക്വൽ ടു 4. അതേപോലെ ഈ 0, ആ 9 എലിമെൻസിൻ്റെയും മൈനേഴ്സ് കാണാം. ഞാൻ ഈ A22 എടുക്കുന്നു. ദറ്റ് ഈസ് മൈനർ ഓഫ് A22, M22. സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലിമെൻ്റാണ്. അതായത് മൈനർ ഓഫ് 0, ദറ്റ് ഈസ് 0 ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റുന്നു. ദറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് 1, -1, 3, 1. ദറ്റ് ഈസ് 1 × 1, 1,
minus minus 3. It is 1 plus 3, 4. മറ്റൊരു എലിമെൻറ്റ് ഈ -4ൻ്റെ മൈനർ ഓഫ് -4 അതിൻ്റെ പൊസിഷൻ തേർഡ് റോയിലെ സെക്കൻഡ് കോളം, ദറ്റ് ഈസ് M32. ദറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഈ റോയും ഈ കോളവും മാറ്റുന്നു. 1 -1 2 1. That is 1 into 1 1 minus 2 into -1 -2. 1 plus 2 that is 3. ഇതുപോലെ നമുക്ക് 9 എലിമെൻസിൻ്റെയും ഡിറ്റർമിനൻറ്റ് മൈനേഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാണ് മൈനേഴ്സ് എന്ന് പറയുന്നത്. ഒരു എലിമെൻറ്റിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ അത് ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റി ബാക്കിയുള്ള എലിമെൻസിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഓക്കെ, കോഫാക്ടർ ഓഫ് ദ എലിമെൻറ്റ് cofactor of Aij, the element Aij. It is not by capital Aij. That is equal to -1 raised to I plus j into Mij. Mij means the minor of Aij, that is ijth element. ijth എലിമെൻറ്റിൻ്റെ മൈനറിന് -1 raised to I plus j അതിൻ്റെ പൊസിഷനാണ് IMJ. പൊസിഷൻ നമ്പേഴ്സാണ്, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. റോ നമ്പർ പ്ലസ് കോളം നമ്പർ -1 raised to that. -1 raised to ഈവൻ നമ്പർ വന്നാൽ ഇത് പ്ലസ് ആവും, ഓഡ് നമ്പർ വന്നാൽ ഇത് -1 ആവും. ദറ്റ് ഈസ് കോഫാക്ടർ. ചുരുക്കി പറഞ്ഞാൽ സൈൻഡ് മൈനർ ഈസ് കാൾഡ് കോഫാക്ടർ. അതായത് മൈനേഴ്സിന് പൊസിഷൻ അനുസരിച്ച് സൈൻ കൊടുത്താൽ അത് കോഫാക്ടർ ആയിരിക്കും. പൊസിഷൻ ഓഡ് പൊസിഷൻ ആണെങ്കിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈവൻ പൊസിഷൻ ആണെങ്കിൽ അത് പ്ലസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓഡ് ഈവൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ I plus j കൂട്ടിയാൽ ഈവൻ വരുന്നത്. ഓഡ് പൊസിഷൻ I plus j ഓഡ് നമ്പർ. ദറ്റ് ഈസ് കോഫാക്ടർ ഓഫ് Aij, ദറ്റ് ഈസ് ക്യാപിറ്റൽ Aij. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഓഫ് മൈനർ കോഫാക്ടർ ഓഫ് A12 എന്തായിരിക്കും? കോഫാക്ടർ ഓഫ് A12 ക്യാപിറ്റൽ A12. ക്യാപിറ്റൽ A12 ആയിരിക്കും ഇതിൻ്റെ കോഫാക്ടർ. അപ്പോൾ ഇവിടെ 9, നേരത്തെ മൈനേഴ്സ് കണ്ട പോലെ തന്നെ ഇവിടെ 9 എലിമെൻസിനും കോഫാക്ടേഴ്സ് നമുക്ക് കാണാം. ദറ്റ് ഈസ് A11ൻ്റെ കോഫാക്ടർ -1 raised to 1 plus 1 into M11. അതേപോലെ കോഫാക്ടർ ഓഫ് A32 -1 raised to 3 plus 2 into M32. അതുപോലെ 9 എലിമെൻസിൻ്റെയും കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഡിറ്റർമിനൻറ്റ് 1 0 -1 2 1 3 4 -2 4. ഇവിടെ നമുക്ക് 1-2 എലിമെൻസിൻ്റെ കോഫാക്ടേഴ്സ് കണ്ടു നോക്കാം. കോഫാക്ടർ ഓഫ് ദിസ് -1, കോഫാക്ടർ ഓഫ് -1, ഈ -1 ആണ്. അതിൻ്റെ പൊസിഷൻ നോക്കിയാൽ മതി. നമ്മൾ ഈ എലിമെൻ്റ് എഴുതേണ്ട കാര്യമില്ല. -1ൻ്റെ പൊസിഷൻ ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിലെ എലിമെൻറ്റ്, ദറ്റ് ഈസ് A13. A13 ദറ്റ് ഈസ് അതെന്താണെന്ന് നമുക്കറിയാം. -1 raised to this 1 plus 3 into M13. That is equal to -1 raised to 1 plus 3, that is -1 raised to 4 M13. ഈ ഫസ്റ്റ് റോയും തേർഡ് കോളവും കഴിഞ്ഞാൽ ബാക്കിയുള്ളത്. ഡിറ്റർമിനൻറ്റ് 2 1 4 -2. -1 raised to 4 plus 1 into 2 into -2 -4 -4 -4 that is equal to -8. Plus 1 into -8, that is -8. So cofactor of this element, this -1, that is equal to A13, that is equal to -8. Another cofactor of this 1, അതിൻ്റെ പൊസിഷൻ
A22. സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലിമെൻറ്റ് -1 + 2 + 2 ഇൻറ്റു M22. ദറ്റ് ഈസ് -1 + 2 + 2 -1 / 4 ഇൻറ്റു M22. ഡിറ്റർമിനൻറ്റ് ഉൾപ്പെടുന്ന റോയും കോളം മാറ്റി 1 - 1 4 4. That is -1 / 4 + 1 4 + 4 4 + 4, that is 8. One more, -2 ൻ്റെ cofactor. ഇതിൻ്റെ പൊസിഷൻ തേർഡ് റോ സെക്കൻഡ് കോളം 3 2 പൊസിഷനാണ്. ദറ്റ് ഈസ് A32. ദറ്റ് ഈസ് -1 / 3 + 2 ഇൻറ്റു M32. That is -1 / 3 + 2 -1 ആണ്. -1 ഇൻറ്റു M32. ഈ റോയും ഈ കോളവും മാറ്റുന്നു. 1 - 1 2 3. That is -1 ഇൻറ്റു that is minus of 3 - 2 into -1 -2. That is 3 + 2 5 minus of 5. ഇതുപോലെ 9 എലിമെൻസിൻ്റെയും കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. മൈനേഴ്സ് കണ്ട് അതിന് സൈൻ പൊസിഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ അത് കോഫാക്ടേഴ്സ് ആവും. ദറ്റ് ഈസ് Aij, cofactor of Aij, small aij is equal to capital Aij, that is equal to -1 / i + j into Mij. മൈനേഴ്സും കോഫാക്ടേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെ ഈ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാമെന്ന് നോക്കാം. ഈ ഫസ്റ്റ് റോയിലെ എലിമെൻറ്റ്സ് മാത്രം ഉപയോഗിച്ച് ഫസ്റ്റ് റോയും അതിൻ്റെ മൈനേഴ്സ് അല്ലെങ്കിൽ കോഫാക്ടേഴ്സ് യൂസ് ചെയ്ത് ഡിറ്റർമിനൻ്റ് എങ്ങനെ കാണാം. ദിസ് ഡിറ്റർമിനൻ്റ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു A11 ഇൻറ്റു മൈനർ ഓഫ് ദിസ് A11. അത് തന്നെയാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. A11 M11 മൈനർ ഓഫ് A11, that is M11 മൈനസ് A12 ഇൻറ്റു അതിൻ്റെ മൈനർ M12, then പ്ലസ് A13 ഇൻറ്റു മൈനർ ഓഫ് ദിസ് M13. ഇതായിരിക്കും ഡിറ്റർമിനൻ്റ്. ഫസ്റ്റ് റോ യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്യാം. സെക്കൻഡ് റോ യൂസ് ചെയ്താണെങ്കിൽ A21 ഇൻറ്റു മൈനർ ഓഫ്, അവിടെ നമുക്ക് നോക്കണം ഫസ്റ്റ് എലിമെൻറ്റ് ഓഡ് പൊസിഷനാണ്, മൈനസാണ്. -A21 ഇൻറ്റു M21 പ്ലസ് A22 ഇൻറ്റു M22 -A23 ഇൻറ്റു M23. ഇനി ഇത് കോഫാക്ടേഴ്സ് വരുമ്പോഴെന്താണെന്ന് നോക്കാം. A11 ഇൻറ്റു M11, A11 സെയിം ആണ്. ഇത് ഈവൻ പൊസിഷനാണ്. 1 + 1 ഈവൻ നമ്പർ. M11 തന്നെയാണ് A11. ഈവൻ പൊസിഷൻ വരുമ്പോൾ മൈനേഴ്സും കോഫാക്ടേഴ്സും സെയിം ആയിരിക്കും. അതായത് i + j ഈവൻ നമ്പർ ആണെങ്കിൽ മൈനേഴ്സും കോഫാക്ടേഴ്സും സെയിം ആയിരിക്കും. ദറ്റ് ഈസ് A. ഇവിടെ പക്ഷേ A12 M12 ആണ്. കോഫാക്ടേഴ്സ് ആകുമ്പോൾ മൈനസ് വരും. ദറ്റ് ഈസ് ഈ മൈനസോടെ ചേർത്ത് നമുക്ക് A12 എന്ന് എഴുതാം. അപ്പോൾ ഈ മൈനസ് പ്ലസ് ആവും. A12 ഇൻറ്റു ക്യാപിറ്റൽ A12, ദറ്റ് ഈസ് A12 ഇൻറ്റു കോഫാക്ടർ ഓഫ് A12 പ്ലസ് A13, അവിടെയും ഈവൻ പൊസിഷൻ, ദറ്റ് ഈസ് അഗെയിൻ A13. ഇപ്പോൾ കോഫാക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഈ സൈൻ എല്ലാം പോസിറ്റീവ് ആവും. മൈനേഴ്സ് വരുമ്പോൾ നമ്മൾ നേരത്തെ ഡെഫിനേഷൻ അനുസരിച്ച് തന്നെ പ്ലസ് മൈനസ് ആൾട്ടർനേറ്റ് പ്ലസും മൈനസും. A11 ഇൻറ്റു A11 പ്ലസ് A12 ഇൻറ്റു A12 പ്ലസ് A13 ഇൻറ്റു A13. സെക്കൻഡ് റോ യൂസ് ചെയ്തു. അങ്ങനെ തന്നെയാണ് കോഫാക്ടേഴ്സ് യൂസ് ചെയ്താൽ A21 ഇൻറ്റു A21 പ്ലസ് A22 ഇൻറ്റു ക്യാപിറ്റൽ A22 പ്ലസ് ക്യാപിറ്റൽ A23 ഇൻറ്റു ക്യാപിറ്റൽ A23 ഇൻറ്റു ക്യാപിറ്റൽ A23.
കോളം യൂസ് ചെയ്ത് ചെയ്യാം. സെക്കൻഡ് കോളം യൂസ് ചെയ്ത ഡിറ്റർമിനൻറ്റ് കണ്ടാൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു A12 ഇൻറ്റു ക്യാപിറ്റൽ A12 പ്ലസ് A22 ഇൻറ്റു ക്യാപിറ്റൽ A22 പ്ലസ് A32 ഇൻറ്റു ക്യാപിറ്റൽ A32. ഇതായിരിക്കും സെക്കൻഡ് കോളം യൂസ് ചെയ്താൽ ഡിറ്റർമിനൻറ്റ്. ഇതുപോലെ നമുക്ക് ഫാക്ടേഴ്സും മൈനേഴ്സ് യൂസ് ചെയ്ത് ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്യാം. അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതുവരെ നമ്മൾ പഠിച്ചത് ഡിറ്റർമിനൻ്റ് ആയിരുന്നു. വീണ്ടും നമ്മൾ മെട്രിക്സിലോട്ട് വരികയാണ്. ഒരു മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ്. ഇവിടെ ഒരു മെട്രിക്സ്, സാധാരണ ജനറൽ മെട്രിക്സ് 3x3 ഓർഡറുള്ള ഒരു സ്ക്വയർ മെട്രിക്സ്, ജനറൽ മെട്രിക്സ് A is equal to matrix A11, A12, A13, A21, A22, A23, A31, A32, A33. ഇതിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് ഇറ്റ് ഈസ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ഫോംഡ് ബൈ റീപ്ലേസിങ് ഇറ്റ്സ് എലിമെൻറ്റ്സ് ബൈ ഇറ്റ്സ് കോഫാക്ടേഴ്സ്. അതായത് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസാണ്. അതായത് മെട്രിക്സാണ്. ഈ മെട്രിക്സിലെ എലിമെൻസിനെ അതിൻ്റെ ട്രാൻസ്പോസ് കൊണ്ട്, അതിൻ്റെ കോഫാക്ടേഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. അതായത് ഇതിൻ്റെ മെട്രിക്സിലെ എലിമെൻസിന് പകരം ഇതിൻ്റെ കോഫാക്ടേഴ്സ് അറിയാം നമുക്ക്. ക്യാപിറ്റൽ A11, A12ൻ്റെ കോഫാക്ടർ ക്യാപിറ്റൽ A12, A13യുടെ ക്യാപിറ്റൽ A13. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മെട്രിക്സ് ഇങ്ങനെ എഴുതാം. കോഫാക്ടറിൻ്റെ ഇതിനെ അതിൻ്റെ കോഫാക്ടേഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ക്യാപിറ്റൽ A11, A12, A13, ക്യാപിറ്റൽ A21, A22, A23, A31, A32, A33. ഇപ്പോൾ കിട്ടിയ മെട്രിക്സ് ഇത് കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയാം. കോഫാക്ടർ മെട്രിക്സ് ഇപ്പോൾ കിട്ടിയ ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് റോസ് കോളംസ് ആക്കി മാറ്റുന്നു. ഇപ്പോൾ കിട്ടുന്ന മെട്രിക്സിന് നമുക്ക് ബി എന്ന് കൊടുത്താൽ ബിയുടെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിൻ്റ് ഓഫ് എ. ബി ട്രാൻസ്പോസ് ദറ്റ് ഈസ്, അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, അഡ്ജോയിൻ്റ് എ, ഷോർട്ട് ഫോമിൽ adjoint of A, that is transpose of cofactor matrix or the transpose of the matrix formed by replacing its elements by its cofactors. അതായത് ഒരു മെട്രിക്സ് AIJ എന്നുള്ളൊരു മെട്രിക്സ് ആണ് ക്യാപിറ്റൽ എ എങ്കിൽ ഇതിനെ ഇതിൻ്റെ എലിമെൻറ്റ്സ് കോഫാക്ടേഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. അതായത് ക്യാപിറ്റൽ AIJ എഴുതുന്നു, അതിൻ്റെ ട്രാൻസ്പോസ് ഇതായിരിക്കും അഡ്ജോയിൻ്റ്. ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. അപ്പോൾ ഇതിൻ്റെ കോഫാക്ടേഴ്സ് കൊണ്ട് എഴുതുന്ന മെട്രിക്സ് ആണിത്. ഇതിനെ അതിൻ്റെ കോഫാക്ടേഴ്സ് കൊണ്ട് ക്യാപിറ്റൽ AIJ എലിമെൻറ്റ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ്, അതിൻ്റെ ട്രാൻസ്പോസ് ദാറ്റ് ഈസ് അഡ്ജോയിൻ്റ്. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? ആ മെട്രിക്സിലെ ഇപ്പം 3x3 മെട്രിക്സ് ആണെങ്കിൽ ഇതിലെ 9 എലിമെൻസിൻ്റെയും കോഫാക്ടേഴ്സ് കാണും. എന്നിട്ടതിനെ കോഫാക്ടർ മെട്രിക്സ് എഴുതണം, അതിൻ്റെ ട്രാൻസ്പോസ് എഴുതുക. ഫോർ എക്സാമ്പിൾ ഒരു 2x2 മെട്രിക്സ് A is equal to 1, -1, 0, 2. ഓരോ എലിമെൻറ്റിൻ്റെയും കോഫാക്ടേഴ്സ് എഴുതുന്നു, അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് എഴുതാം. ഫസ്റ്റ് ദിസ് A11 അതുൾപ്പെടുന്ന റോയും കോളവും മാറ്റുന്നു. അത് പൊസിഷൻ ഈവൻ പൊസിഷനാണ്. -1/1 + 1 ആണ്. -1/2 ഇപ്പോഴത്തെ റോയും കോളവും മാറ്റിയ 2 ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് അഗെയിൻ 2.
ഒരു എലിമെൻറ്റ് മാത്രമേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് ആ എലിമെൻറ്റ് തന്നെയാണ്. ദെൻ ദിസ് A12 ക്യാപിറ്റൽ A12 കോഫാക്ടർ ഓഫ് ദിസ് -1, ദറ്റ് ഈസ് -1 ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റുന്നു. പക്ഷേ പൊസിഷൻ നോക്കണം, -1 raised to 1 + 2 3 into 0, that is 0. Again this A21 cofactor of this 0. അതിൻ്റെ പൊസിഷനും ഓഡ് പൊസിഷനാണ് -1 ക്യൂബ്, -1 into -1. This -1 into -1 plus 1. Again A22 -1 raised to 2 + 2 4. 2 ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റിയാൽ 1. -1 raised to 4 plus 1 into 1. ഇപ്പോൾ 4 എലിമെൻസിൻ്റെയും കോഫാക്ടേഴ്സ് കിട്ടി. ഇനി നമുക്ക് ആ കോഫാക്ടർ മെട്രിക്സ് ബി എഴുതിയാൽ ഇങ്ങനെ കിട്ടും. കോഫാക്ടർ മെട്രിക്സ് B is equal to 2 0 1 1. Adjoint ആയിട്ടില്ല. Adjoint is equal to, that is adj is equal to transpose of this B. Two 1 0 2 1 0 1. That is transpose. That is adjoint. ഓക്കെ, ഇതുപോലെ നമുക്ക് 3x3 ഓർഡറുള്ള മെട്രിക്സിൻ്റെയും അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ 9 എലിമെൻസിൻ്റെയും കോഫാക്ടേഴ്സ് കാണണം, കോഫാക്ടർ മെട്രിക്സ് എഴുതണം, അതിൻ്റെ ട്രാൻസ്പോസ് എഴുതണം. ഇതേ പ്രൊസീജിയർ തന്നെയാണ്. ക്ലിയർ?